Namaste to all and welcome back to Isha Spice Tasty Food. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ നമ്മുടെ ഡ്രൈ ഉണക്ക ഗ്രീൻ പീസ് നന്നായിട്ട് കുതിർത്തതിന് ശേഷം തയ്യാറാക്കിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് പൊട്ടറ്റോ കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു അടിപൊളി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കണ്ടല്ലോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രീൻ പീസ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു 2 കപ്പ് നമ്മുടെ ഗ്രീൻ പീസ് ഉണക്ക ഡ്രൈ ഗ്രീൻ പീസ് തലേദിവസം രാത്രിയിൽ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കുതിർത്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാനൊരു കുക്കറിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 2 മീഡിയം സൈസ് പൊട്ടാറ്റോ ഞാൻ ഞുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതുപോലെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളതാണ് നമ്മുടെ പച്ചമുളക്. ഒരു 2 പച്ചമുളക് ഞാൻ എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ. ഞാൻ 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളം കൂടെ ചേർക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർക്കാം. വെന്ത് വരുമ്പോഴത്തേക്കിന് ഗ്രീൻ പീസിലോട്ട് പൊട്ടാറ്റോയിലോട്ട് കുറച്ച് ഉപ്പിൻ്റെ അംശം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് വിസിലും ചേർത്തതിന് ശേഷം 4 to 5 വിസിൽ വരുന്നിടം വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഗ്രീൻ പീസും പൊട്ടാറ്റോ വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് 1 കപ്പ് നാളികേരം, നല്ല ഫ്രഷ് ആയിട്ടുള്ള നാളികേരം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 5-6 കാഷ്യൂ നട്ട്സും കൂടെ ചേർത്തു. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഖസ്ഖസ് ആഡ് ചെയ്യാം. ഖസ്ഖസ് ആഡ് ചെയ്യുമ്പോൾ നല്ല ഗ്രേവി തിക്നെസ്സും ഉണ്ടാവും, നല്ല ഒരു ടേസ്റ്റും ഉണ്ടാവും. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 to 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി നമുക്കിതൊന്ന് അരച്ചിട്ട് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ അത് നല്ല ഫൈൻ പേസ്റ്റാക്കി നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മിക്സി ജാറിലോട്ട് ഒരു കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം അതും കൂടെ ആ സെയിം ബൗളിലോട്ട് നാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഗ്രീൻ പീസും പൊട്ടാറ്റോ വെന്തോ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് സ്മാഷ് ആയി വരുന്നുണ്ട്. ഇത്രയും ആയിട്ട് നമ്മുടെ ഈ ഒരു ഗ്രീൻ പീസും പൊട്ടാറ്റോ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇത് റെഡിയാക്കാനുള്ള കടായി എടുക്കാം. കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ചേർക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ലൈറ്റായിട്ട് ഒരു പിങ്കിഷ് കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവോള ഇവിടെ ലൈറ്റായിട്ടൊരു കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് ആ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ. ഞാനിവിടെ 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യാം. ചിക്കൻ മസാല ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റും നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. സോ അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം മസാലകളുടെ പച്ചമണം മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാലകൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളിക്കായി ഞാൻ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അഥവാ ടൊമാറ്റോസ് ജസ്റ്റ് അതുപോലെ സ്ലൈസാക്കി ആഡ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ അത് ആഡ് ചെയ്തോളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സി ജാറിലോട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി ആ ഒരു തക്കാളിക്കയുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നമ്മുടെ തക്കാളിക്കെല്ലാം നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഓയിലും റിലീസായിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഗ്രീൻ പീസും പൊട്ടാറ്റോയും കൂടെ നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാലകളെല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യമനുസരിച്ച് നമ്മൾ ഓൾറെഡി നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം നമുക്ക് ജസ്റ്റ് ഉപ്പ് ആവശ്യമുണ്ടോ നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്തോളൂ. എനിക്കിവിടെ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലൊരു ബോയിൽ ഇതുപോലെ വന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ കുറച്ച് മുന്നേ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഗ്രേവിയും കൂടെ നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാളികേരത്തിൻ്റെ മിശ്രിതം ആഡ് ചെയ്തതിന് ശേഷം ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സർവിങ് ബൗളിലോട്ട് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു സർവിങ് ബൗളിലോട്ട് ഇതുപോലെ ഒന്ന് സെർവ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയും സിമ്പിൾ വേയിൽ തയ്യാറാക്കുന്ന ഡ്രൈ ഗ്രീൻ പീസ് പൊട്ടാറ്റോ കറി ഇവിടെ റെഡിയാണ്. ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസിൻ്റെ കറി നമുക്ക് എന്തിൻ്റെ കൂടെ നന്നായിട്ട് കഴിക്കാം. ചോറിൻ്റെ ഒപ്പം ആണെങ്കിലും ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ ഒപ്പം ആണെങ്കിലും പൂരിയുടെ ഒപ്പം ആണെങ്കിലും നന്നായിട്ട് കോമ്പിനേഷനാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ
ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ എടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.